മുറിയക്കണ്ണി മസ്ജിദുൽ ബാരി മഹല്ലിലെ വിവിധ പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദന സദസ് ഹാർട്സ് ഓഫ് 24 സംഘടിപ്പിച്ചു. തിരുവിഴാംകുന്ന് മുറിയക്കണ്ണി മസ്ജിദുൽ ബാരി മഹല്ലിലെ +2 SSLC KNM മദ്രസ 5-7 ക്ലാസ്സിലെ പൊതുപരീക്ഷാ വിജയികൾ ഹാഫിൽ മുഹമ്മദ് ഹാഷിം എന്നിവർക്കുള്ള അനുമോദന സദസ് ഹാർട്സ് ഓഫ് 24 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. പഠനത്തിൽ രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവരുടെ റോൾ, പഠനത്തിന്റെ പ്രാധാന്യം എന്നിവ വിശദീകരിച്ച് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ M റഹ്മത്ത് ക്ലാസ് എടുത്തു. മഹല്ലിലെ അക്കാദമിക സബ് കമ്മിറ്റി കൺവീനർ CP സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. മഹൽ സെക്രട്ടറി P യൂസഫ് സ്വാഗതവും N അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഹാഫിൽ TM മുഹമ്മദ് ഹാഷിമിന് ഉപകാരി ഫർണിച്ചർ ഉടമ തയ്യിൽ അബ്ദുൽ അസീസ് പ്രത്യേക ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു. മുഹമ്മദ് നാസിം തയ്യിൽ, ദിറാർ അലി തയ്യിൽ, ഹംസ പറമ്പത്ത്, റിയാസ് ആലിക്കൽ, അബ്ദുൽ കലാം തയ്യിൽ, T സുൽഫിക്കർ, ലത്തീഫ് മലയിൽ, കബീർ തയ്യിൽ, ഇല്യാസ് തയ്യിൽ എന്നിവർ സമ്മാന വിതരണം നടത്തി. അതിലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മികച്ച നേട്ടങ്ങൾക്കുള്ള അവാർഡുണ്ട്. അതോടൊപ്പം തന്നെ മദ്രസയുമായി ബന്ധപ്പെട്ട് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡുണ്ട്. അതോടൊപ്പം ഹാഫിളായ കുട്ടികൾക്കുള്ള അവാർഡുണ്ട്. വളരെ മാതൃകാപരമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും നല്ലൊരു ഹോള് നമ്മുടെ ഈ മഹല്ലിന് സ്വന്തമാണ് എന്നാണ് സിദ്ദീഖ് മാഷും യൂസഫ് മാഷും പറഞ്ഞത്. ഇത്രയും നല്ലൊരു ഹോള് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇത്രയും നല്ല കടമുറികൾ, നല്ല വരുമാനമുള്ള ആളുകൾ, ഇവിടുത്തെ ആളുകൾ എന്തായാലും മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതസ്ഥാപനങ്ങൾ വളരണമെന്ന ആഗ്രഹമുള്ള ആളുകളാണ് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഏറ്റവും ഇടപെടാൻ കഴിയുന്ന ഒന്ന് ഈ വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അപ്പൊ അല്ലാതെ ഒരാൾക്ക് നമ്മൾ കുറേ പണം കൊടുത്തു, ഒരുപക്ഷെ നമുക്ക് ആ പണം 1, 2, 3 ആഴ്ച കൊണ്ടോ മാസം കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ തീരും. പക്ഷെ ഒരാളെ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാലോ, ഇപ്പൊ ഞാൻ യൂസഫ് മാഷും സിദ്ദീഖ് മാഷും ഒക്കെ വന്നത് നിങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം പാവപ്പെട്ടവരെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ജോലി കിട്ടിയത് കൊണ്ട് ഇന്ന് എന്താണ് പട്ടിണിയോ പരിഭവങ്ങളോ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്കെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല സഹായം എന്താണ്? കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക, അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ നൽകുക, അവർക്ക് യൂണിഫോം വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് അത് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ബാഗ് വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ അതിന് സഹായിക്കുക, അല്ലെങ്കിൽ പഠന പ്രക്രിയയിൽ സഹായിക്കുക. ഇപ്പൊ യൂസഫ് മാഷ പോസ്റ്റുകളൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. HM ശേഷം നിരന്തരമായ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഈ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും മുന്നോക്കം നിൽക്കുന്ന കുട്ടികളും ആവറേജ് ആയ കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കാനും തുടർന്ന് പഠനം നടത്താനുള്ള സഹായങ്ങൾ, അങ്ങനെ സഹായങ്ങൾ നിരന്തരമായി കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ സഹായങ്ങളൊക്കെ ആ കുട്ടികളും വീടുകളും എല്ലാം സ്നേഹിക്കുള്ളൂ. അല്ലാതെ കേവലം നമ്മൾ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയും. വിദ്യാഭ്യാസത്തിൽ അതീവ താല്പര്യം നമുക്കുണ്ടാകും. ഓരോ വീടുകളിൽ ഒരുപക്ഷെ ഇപ്പോഴും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്ക് മലബാർ മേഖലയിൽ വിജയശതമാനം വളരെ കൂടുതലുണ്ട്.